NSS നേതൃത്വത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പെരുന്നയിലേക്ക് NSS മോചനയാത്ര സംഘടിപ്പിക്കും. ആലുവ NSS മോചനയാത്ര കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ചയാണ് പദയാത്രയും പുഷ്പാർച്ചനയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NSS നേതൃത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച മന്നം സമാധിയിലേക്ക് പദയാത്ര നടത്തും. പെരുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് നടത്തുന്ന പദയാത്രയെ തുടർന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തും. NSS നേതൃത്വത്തെ സമുദായ സ്നേഹികൾ വെറുക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നേതൃത്വം രാജിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇദ്ദേഹം, അതായത് ജി സുകുമാരൻ നായർ എന്നയാൾ NSSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞങ്ങൾ പറയുമ്പോൾ അവിഹിതമായി കടന്നു വന്നു. പൊതു സംസാരവും അങ്ങനെ തന്നെയാണ്. ചാക്കിട്ടും സോപ്പിട്ടും ചതിച്ചും വഞ്ചിച്ചും എല്ലാം കടന്നു വന്നിട്ടുള്ള അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ജീർണിപ്പിച്ചിരിക്കുകയാണ്. NSS ജീർണിച്ചതുപോലെ തന്നെ നായർ സമുദായ അംഗങ്ങൾ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ NSS സ്ഥാപകൻ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ അവർ ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. സിമ്പിളായിട്ട് പറഞ്ഞാല് ഇദ്ദേഹം മന്നത്ത് പത്മനാഭൻ സമുദായാചാര്യൻ കൈനീട്ടി തെണ്ടി നടന്ന് സ്വരൂപിച്ച ഏക്കർ കണക്കിന് വസ്തുവകകളും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ഇന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അന്യാധീനപ്പെടുക എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ഭാഗമായിട്ടാണ് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്ഥലങ്ങൾ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങൾ പലർക്കും എഴുതി കൊടുക്കുകയും ചിലത് വില കുറഞ്ഞ രീതിയിൽ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലത് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചത് നമ്മുടെ നാട്ടിലില്ലാത്ത വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ, പരോക്ഷമായിട്ടൊന്നല്ല, പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതിയോ കെടുകാര്യസ്ഥതയും എല്ലാ സ്ഥാപനങ്ങളും നശിച്ചു. കോളേജ് പോയി. ഇതെല്ലാം ഇവരാരും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഈ പ്രത്യേകത. എല്ലാം മന്നത്തിന്റെ സ്വപ്നം അദ്ദേഹം തന്നെ സാക്ഷാത്കരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. കോളേജുകളായാലും മറ്റു വിദ്യാഭ്യാസ സ്കൂളുകളാണെങ്കിലും പിന്നെ ആശുപത്രി, വ്യവസായം, സഹകരണ മേഖല കൈതൊടാത്ത ഒരു മേഖലയില്ല കേരള സമൂഹത്തിൽ. പക്ഷെ അതെല്ലാം ഇന്ന് പോയി ജീർണിച്ച് നാമാവശേഷമായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഈ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 30 വർഷമായി ഇദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തീരെ ഇല്ലാതായിരിക്കുന്നു. ഇന്നിപ്പോൾ നായർ എന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ്. വാർത്താ സമ്മേളനത്തിൽ M. നന്ദകുമാർ, NC സുരേഷ് ബാബു, അയർക്കുന്നൻ രാമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.